അടുത്ത ടോപ്പിക്കാണ് അലർജി. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു ടോപ്പിക്കാണ് അലർജി. എല്ലാവരും പറയും ഈ ഒരു പെർട്ടിക്കുലർ ഇതിനോട് എനിക്ക് അലർജിയാണ്, ഇന്ന സ്ഥലത്തോട് എനിക്ക് അലർജിയാണ്, ഇന്ന ഒബ്ജക്റ്റിനോട് എനിക്ക് അലർജിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അലർജി ഉണ്ടാകുമ്പോൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അലർജി? അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവറായിട്ട് ഒരു പരിധിയിൽ കൂടുതൽ ഓവറായിട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ റിയാക്ഷനെയാണ് ആക്ച്വലി അലർജി എന്ന് പറയുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റം എപ്പോഴും ഒരു ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫോറിൻ ആൻറ്റിജൻസ് നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം അതനുസരിച്ച് ഒരു പ്രതികരണം നടത്തും, ഇമ്മ്യൂൺ റെസ്പോൺസ് നടത്തും. പക്ഷേ അത് ഒരു പരിധിയിൽ കവിഞ്ഞാവുമ്പോൾ കൂടുതലായിട്ട് എക്സാജറേറ്റഡ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ അലർജി എന്ന് പറയുക. അപ്പോൾ നമ്മളൊരു ചില സ്ഥലങ്ങളിലൊക്കെ ഒരു പെർട്ടിക്കുലറായിട്ട് നമ്മൾ ഇതുവരെ പോവാത്ത ഒരു പുതിയ സ്ഥലത്തൊക്കെ പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ ചിലപ്പോൾ ആ സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് പോയി അല്ലെങ്കിൽ പെർട്ടിക്കുലറായുള്ള സാധനങ്ങളായിട്ട് നമ്മൾ ഇടപഴകേണ്ടി വന്നാൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് സ്നീസ് ചെയ്യാൻ തുടങ്ങും, തുമ്മാൻ തുടങ്ങും. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ശ്വാസതടസ്സം നേരിടും. ഒരു പെർട്ടിക്കുലർ റീസൺ ഒന്നുമില്ല, ആ ഒരു സ്ഥലത്ത് പോയി പെട്ടെന്ന് നമ്മൾ തുമ്മുന്നു, അല്ലെങ്കിൽ നമുക്ക് ശ്വാസതടസ്സം നേരിടുന്നു, വീസിങ് ഒക്കെ തുടങ്ങുന്നു. എന്നാൽ ആ സ്ഥലത്ത് നിന്ന് മാറി നമ്മൾ വേറെ നമ്മുടെ സ്ഥിരം കംഫർട്ടബിളായിട്ടുള്ളൊരു സ്ഥലത്തേക്കോ അവിടെ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച സ്നീസിങ്, ആ ശ്വാസതടസ്സം, അതൊക്കെ പതിയെ ആ സിംറ്റംസൊക്കെ അപ്രത്യക്ഷമാകുന്നതും കാണാം. എന്തുകൊണ്ടാണ്? നമ്മളിൽ ചിലർക്കെങ്കിലും ഈ ചില പാർട്ടിക്കിൾസ് നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള ചില വസ്തുക്കളോട് നമ്മളിൽ ചിലർക്കെങ്കിലും എന്തുണ്ട്, ഭയങ്കര സെൻസിറ്റീവാണ്. നമ്മളിൽ ചിലരൊക്കെ ചില സാധനങ്ങളോട് അല്ലെങ്കിൽ ചില പാർട്ടിക്കിൾസിന് എൻവയോൺമെൻറ്റിനോട് ഭയങ്കര സെൻസിറ്റീവാണ്. അതിന് കാരണം നമ്മൾക്ക് ആ സാധനങ്ങളിൽ നിന്ന് കിട്ടുന്ന അലർജിയാണ്. ബിക്കോസ് ചില പോളൻസിനോട് നമുക്ക് അലർജി ഉണ്ടാവും, ചില ഡസ്റ്റിനോട്, അവിടെയുള്ള മൈറ്റിനോട്, അങ്ങനത്തെ ഇതിനോടൊക്കെ നമുക്ക് അലർജികൾ ഉണ്ടാവായിരിക്കാം. സോ ഈ അലർജി വന്നു കഴിഞ്ഞാൽ എന്താണ് അലർജി, അലർജിയുടെ കാരണം എന്താണ്, അലർജി ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണു അത് നമുക്ക് നോക്കാം. സോ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എക്സാജറേറ്റഡ് റെസ്പോൺസ്, ഒരു പതിവിന് കൂടുതലായിട്ട് അതിശയോക്തി എന്നാണ് എക്സാജറേഷൻ്റെ അർത്ഥം. സോ എക്സാജറേറ്റഡ് റെസ്പോൺസ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം, ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഓവറായിട്ടുള്ള എക്സാജറേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് എന്തിനത് എഗെയിൻസ്റ്റ് ടു സർട്ടൺ ആൻറ്റിജൻസ് പ്രസൻറ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ്. നമ്മുടെ എൻവയോൺമെൻറ്റിൽ കാണപ്പെടുന്ന നാച്ചുറലായിട്ട് കാണപ്പെടുന്ന തന്നെ ചില ആൻറ്റിജൻസിന് എഗെയിൻസ്റ്റായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എക്സാജറേറ്റഡ് ആയിട്ട് ഒരു പരിധി വിട്ട് ഓവറായിട്ട് റെസ്പോൺസ് കാണിക്കുമ്പോഴുള്ള അതാണ് പറയുന്നത് അലർജി. സോ എക്സാജറേറ്റഡ് റെസ്പോൺസ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ടു സർട്ടൺ ആൻറ്റിജൻസ് പ്രസൻറ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ്. സോ എൻവയോൺമെൻറ്റിൽ കാണുന്ന ചില പെർട്ടിക്കുലർ ആൻറ്റിജൻസിന് എഗെയിൻസ്റ്റായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു പരിധിയിൽ കൂടുതൽ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് അതിനെ അലർജി എന്ന് പറയുക. ഇനി സബ്സ്റ്റൻസ് ടു വിച്ച് സച്ച് ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് പ്രൊഡ്യൂസ്ഡ്, ഏതിന് പകരമാണ്, ഏതിനോട് അടുത്ത ഏത് ഒബ്ജക്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ബോഡിയിൽ ഇതുപോലെ ഒരു എക്സാജറേറ്റഡ് റെസ്പോൺസ് അഥവാ അലർജി പ്രൊഡ്യൂസ് ചെയ്തത്, അതിനെ വിളിക്കുന്ന പേരാണ് അലർജൻസ്. ഏതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ബോഡിയിൽ അലർജി പ്രൊഡ്യൂസ്ഡ് ആയത് അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ വിളിക്കുന്ന പേരാണ് അലർജൻസ്. അലർജൻസിന് എക്സാമ്പിളാണ് മൈറ്റ്സ് ഇൻ ഡസ്റ്റിൽ കാണുന്ന മൈറ്റ്, അതുപോലെ പോളൻസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചില പോളൻസ് ഭയങ്കര അലർജിക്കാണെന്ന് പറഞ്ഞിട്ട് പോളൻ, അതുപോലെ ആനിമൽ ഡാൻഡർ, ഈ മൃഗങ്ങളുടെ മേലെയുള്ള അതുപോലത്തെ ചെറിയ ചെറിയ പ്രാണികളും അതും ഇതൊക്കെ എന്താണ് ഭയങ്കരമായിട്ട് അലർജി. ഇതുപോലെ ഒരുപാട് ഇതുണ്ട്. ചിലർക്ക് തണുപ്പായിരിക്കാം, ചിലപ്പോൾ ചില ഒരു പെർട്ടിക്കുലർ സ്ഥലങ്ങളായിരിക്കാം, ചിലർക്ക് വെറുതെ നമ്മുടെ പൊല്യൂഷൻ ഉള്ളതായിരിക്കാം. പല സാധനങ്ങളോടും പല ആൾക്കാർക്കും അലർജി ഉണ്ടാവും. സോ ഇത് ജസ്റ്റ് എക്സാമ്പിൾ പറയുന്നുള്ളൂ. അപ്പോൾ ഏതിനോടാണോ അലർജി, ആ സബ്സ്റ്റൻസ്, ഏത് സബ്സ്റ്റൻസ് കാരണമാണോ നമ്മുടെ ബോഡിയിൽ എക്സാജറേറ്റഡ് റെസ്പോൺസ് അല്ലെങ്കിൽ അലർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് അലർജൻസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ അലർജി ഉണ്ടാക്കാനുള്ള കാരണക്കാരായിട്ടുള്ളത് നമ്മുടെ ബോഡിയിൽ അതിന് റീസണബിൾ ആയിട്ടുള്ള, ഇപ്പോൾ ഈ അലർജി ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു റെസ്പോൺസ് കാണിക്കുന്നുണ്ടല്ലോ, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ. ഇതുപോലത്തെ ഫോറിൻ ആൻറ്റിജൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസാണ് IgE. സോ IgE എന്ന് പറഞ്ഞ ഇമ്മ്യൂണോഗ്ലോബുലിൻ അഥവാ ആൻറ്റിബോഡി എന്ന് പറയുന്ന അലർജിക് റിയാക്ഷൻസിൽ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ആവുന്നതാണ്. അലർജി വരുമ്പോൾ ഉണ്ടാവുന്ന ആൻറ്റിബോഡീസാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ. ഇനി എന്തുകൊണ്ടാണ് അലർജി? അലർജി ഈസ് ഡ്യൂ ടു നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഉണ്ട്, ഹിസ്റ്റാമിൻ ആൻഡ് സെറോട്ടോണിൻ.
മസ്റ്റ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹിസ്റ്റാമിൻ ആൻഡ് സെറോട്ടോണിൻ പോലത്തെ ചില കെമിക്കൽസാണ് നമുക്ക് അലർജി ഉണ്ടാക്കുന്നത്. സോ അലർജിക്ക് കാരണം ഈ മസ്റ്റ് സെൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസായ ഹിസ്റ്റാമിൻസ് ആൻഡ് സെറോട്ടോണിൻ ആണ്. ഇനി ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത് നമുക്ക് ഒരുപാട് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ചില ആൾക്കാർ ഇതിന് സെൻസിറ്റീവായിട്ട് മോർ എമൗണ്ട് ഓഫ് ഹിസ്റ്റാമിൻ സെറോട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഒരുപാട് ആ അലർജിയുടെ സിംറ്റംസൊക്കെ കാണിക്കുന്നു. സോ ഈ അലർജിയുടെ സിംറ്റംസ് എന്താണ്? എന്തെങ്കിലും ഒരു വസ്തുവിനോട് ഒബ്ജക്റ്റിനോട് എൻവയോൺമെൻറ്റ് അലർജി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കാണിക്കും? നമ്മൾ സ്നീസ് ചെയ്യുമായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ കണ്ണിൽ നിന്ന് വാട്ടറി ഐസ് ഉണ്ടാവും, ചില മൂക്കിൽ നിന്ന് വെള്ളം വരാം, റണ്ണിങ് നോസ് ഉണ്ടാവും. അതുപോലെ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. സോ സ്നീസിങ്, വാട്ടറി ഐസ്, റണ്ണിങ് നോസ്, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ഒക്കെ അലർജിയുടെ സിംറ്റംസ് ആണ്. ഇനി ഈ അലർജിക്ക് നമുക്ക് ഒരു മരുന്നായിട്ട് എന്ത് തരാമെന്ന് വെച്ചാൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് അലർജിക്ക് ആൻറ്റി ഹിസ്റ്റമിൻ. ബിക്കോസ് ഹിസ്റ്റമിനും സെറോട്ടോണിനും ആണല്ലോ പ്രോബ്ലം. അവരുടെ പ്രൊഡക്ഷൻ കൂടുതൽ ആ കെമിക്കൽസ് കാരണമാണ് അലർജി ഉണ്ടാകുന്നത്. സോ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റി ഹിസ്റ്റമിൻ, അതുപോലെ അഡ്രിനാലിൻ, സ്റ്റെറോയിഡുകൾ, ഇതൊക്കെയാണ് ഈ പറഞ്ഞ അലർജിയുടെ സിംറ്റംസ് റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ ഡ്രഗ്സ് ഏതൊക്കെയാണ്? ആൻറ്റി ഹിസ്റ്റമിൻ, അഡ്രിനാലിൻ ആൻഡ് സ്റ്റെറോയിഡ് പോലത്തെ ഡ്രഗ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് ആണ് എന്തിന് ഈ പറഞ്ഞ അലർജിയുടെ സിംറ്റംസൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട്, കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഒരാളുടെ അലർജി, ഒരു പെർട്ടിക്കുലർ എന്തിനോടാണ് അലർജി, എത്രത്തോളം അലർജി, എത്രത്തോളം സെൻസിറ്റീവ് ആണ് എന്ന്, അല്ലെങ്കിൽ അലർജിയുടെ കാരണം എന്താണ്, കോസ് ഓഫ് അലർജി ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആ പേഷ്യൻറ്റിനെ ഈ നമ്മൾക്ക് സംശയിക്കുന്ന ഈ ഒരു പോസിബിളായിട്ടുള്ള അലർജൻസുകളുണ്ട്, സാധാരണ കാറ്റഗറിയിൽ വരുന്ന അലർജൻസ്, ആ പോസിബിളായിട്ടുള്ള അലർജൻസിനുമായിട്ട് ഈ പേഷ്യൻറ്റിനെ എക്സ്പോസ് ചെയ്യാൻ അനുവദിക്കണം. ഇങ്ങനത്തെ സാധ്യതയുള്ള അലർജൻസുമായിട്ട് എക്സ്പോസ്ഡ് ആവാൻ, അതുമായിട്ട് ഇടപെടുകാനായിട്ട് പേഷ്യൻറ്റിനെ അനുവദിക്കുക. അല്ലെങ്കിൽ ഈ അലർജൻസിനെ പേഷ്യൻ്റെ ബോഡിക്ക് ഇൻജെക്റ്റ് ചെയ്ത് സ്മോൾ ഡോസിൽ ഇൻജെക്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് റിയാക്ഷനാണ് ആ പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ കാണിക്കുന്നതെന്ന് നോക്കിയിട്ട് ആ റിയാക്ഷൻ സ്റ്റഡി ചെയ്തിട്ട് എന്താണ് ഈ അലർജിക്ക്, ഈ പെർട്ടിക്കുലർ കോസ് ഓഫ് അലർജി ഈ വ്യക്തിയിൽ എന്താണെന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ മോഡേൺ ഡേ, പണ്ടത്തെ കാലത്തേക്കാളും നമുക്കറിയാം വാഹനങ്ങളും എല്ലാ ടെക്നോളജി കൂടിയോടുകൂടി പൊല്യൂഷനും അതിനനുസരിച്ച് സൗകര്യങ്ങൾ കൂടിയോടുകൂടി വേറെ മറ്റേ സൈഡിൽ ഒരുപാട് എന്താ പറയുക നെഗറ്റീവ് ഇമ്പാക്റ്റുകളും ഉണ്ടായിട്ടുണ്ട്. സോ അതിലൊന്നാണ് നമ്മുടെ മോഡേൺ ലൈഫ് സ്റ്റൈൽ. പണ്ടത്തെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരുപാട് ഫെസിലിറ്റീസിനെയാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കംഫർട്ടബിളിന് വേണ്ടിയിട്ട്. സോ മോഡേൺ ഡേ ലൈഫ് സ്റ്റൈലിൽ എന്താണ് ഉണ്ടാക്കിയത്? നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ഒരുപാട് കുറച്ചിട്ടുണ്ട്, റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സെൻസിറ്റീവായി അലർജൻസിനായിട്ട്. ഇങ്ങനത്തെ അലർജൻസിന് നമ്മൾ ഒരുപാട് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ സെൻസിറ്റീവായി. കാരണം നമ്മുടെ മോഡേൺ ലൈഫ് സ്റ്റൈൽ കാരണമാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞതും അതുപോലെ ഈ അലർജൻസിന് നമ്മൾ ഒന്നും കൂടി സെൻസിറ്റീവ് ആവാനായിട്ടുള്ള കാരണം. ഇനി ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ മെട്രോ സിറ്റീസിലൊക്കെ വളരുന്ന കുഞ്ഞുങ്ങൾ, ചിൽഡ്രൻസ് ഇൻ മെട്രോ സിറ്റീസിൽ ഒരുപാട് മോർ ചിൽഡ്രൻ മെട്രോ സിറ്റീസ് എന്തായി മാറുന്നു? അവർക്ക് ഒരുപാട് ടൈപ്പ് അലർജികളും ആസ്മയും ഉണ്ടാവുന്നുണ്ട്. ഈ മെട്രോ സിറ്റീസിലെ ഈ പൊല്യൂഷൻ അല്ലെങ്കിൽ അവരുടെ മോഡേൺ ലൈഫ് സ്റ്റൈലൊക്കെ കാരണം ഇപ്പോഴത്തെ മെട്രോ സിറ്റീസിലുള്ള കുട്ടികൾ ഒരുപാട് കുട്ടികൾക്ക് കൂടുതലും അലർജീസും ആസ്മയൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ഡ്യൂ ടു സെൻസിറ്റിവിറ്റി ടു എൻവയോൺമെൻറ്റ്. അവർക്ക് ആ എൻവയോൺമെൻറ്റുമായിട്ട് അവർ ഹൈലി സെൻസിറ്റീവ് ആയതാണ് ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള മെട്രോ സിറ്റീസിലുള്ള കുട്ടികൾക്ക് കൂടുതൽ അലർജിയും ആസ്മയൊക്കെ വരാനുള്ള കാരണം അവർ ഇപ്പോഴത്തെ എൻവയോൺമെൻറ്റ്, ആ പെർട്ടിക്കുലർ അവരുടെ മെട്രോ സിറ്റീസിലുള്ള എൻവയോൺമെൻറ്റിന് ഭയങ്കര സെൻസിറ്റീവാണ്. കാരണം അവരവരെ ഏർലി ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഏർലി ടൈമിലൊക്കെ അവരുടെ ലൈഫിലെ സ്റ്റാർട്ടിങ്ങിലൊക്കെ അവർ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലായിരിക്കാം ഒരുപക്ഷെ അവർ വളർന്നിട്ടുണ്ടാവാം. ആദ്യം തന്നെ നോർമൽ എൻവയോൺമെൻറ്റിൽ എല്ലാത്തിനെയും നമ്മൾ അതുമായിട്ട് ഇടപഴകി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് മേ ബി ഒരു ഇമ്മ്യൂണിറ്റി കിട്ടും. അല്ലാണ്ട് ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തായിരിക്കും, അവർ മാറുന്ന ഒരു എൻവയോൺമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരെന്തായി മാറും, ഭയങ്കര സെൻസിറ്റീവായിട്ട് മാറും ആ എൻവയോൺമെൻറ്റിൽ. അങ്ങനെ അവരുടെ ബോഡിയിൽ മോർ അലർജി അല്ലെങ്കിൽ അങ്ങനത്തെ റെസ്പിറേറ്ററി ട്രാക്ട് പോലത്തെ ആസ്മ പോലത്തെ ഡിസീസുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് അലർജി.